ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കിങ്ങിന് റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പകരമായിട്ട് രാവിലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പിൻ്റെ അടുത്ത് നമ്മുടെ വെള്ള അവലാണ് കേട്ടോ എടുത്തേക്കണേ. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാനൊരു 2 പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഒരു 2 മിനിറ്റത്തേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വയ്ക്കാം കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലോട്ട് 1 കപ്പ് റവ എടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയാണ് തൈരാണ് കേട്ടോ, കട്ട തൈരാണ് എടുത്തേക്കണേ. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ചൂടായേക്കണം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചായിരുന്ന നമ്മുടെ അവല് നമ്മുടെ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് നമ്മുടെ മാവിൻ്റെ അളവ്. ഇനി നമുക്കിത് 2 പാത്രങ്ങളിലോട്ടായിട്ട് പകർത്താം. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് കൊടുത്തേക്കണം. അതിൻ്റെ അകത്തേക്ക് അല്പം ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ 2ആയിട്ട് പകർത്തി വെച്ചാണെങ്കിൽ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു പാക്കറ്റ് ഈനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് മെഡിക്കൽ ഷോപ്പിലൊക്കെ സുലഭമായിട്ട് മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് ഈനോ എന്ന് പറയുന്നത്. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് പതുക്കനൊന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ. ഭയങ്കരമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊങ്ങി വന്നേക്കണം പെട്ടെന്ന് പോകും. ഇനി നമുക്കത് സ്റ്റീൽ പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ആവിയിൽ വെച്ച് വേവിച്ചിടണം കേട്ടോ. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു ചെറിയ സവാള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞേക്കണതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് 2 പച്ചമുളകും അതുപോലെ തന്നെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുത്താണ്. ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നമ്മളിത് ചെയ്യണ സമയത്ത് തീ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി ഞാനിതിൻ്റെ അകത്തേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തതാണ്. ഇത് ഞാൻ ഓൾറെഡി കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റവയുടെ മിക്സ് ആവിയിൽ വെച്ച് പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തയ്യാറാക്കിയ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് നമ്മുടെ മസാല എല്ലാ സൈഡിലോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചായിരുന്ന 2ാമത്തെ പോർഷൻ്റെ അകത്തേക്കും ഇതുപോലെ ഈനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് പതുക്കനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാല തയ്യാറാക്കി വെച്ചതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ റവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് 20 മിനിറ്റിനടുത്ത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്തതാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ.
സ്ക്വയറായിട്ട് മുറിക്കുന്നവർക്ക് അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് മുറിച്ചെടുക്കണത്. കോൺ ഷേപ്പിലാണ് കേട്ടോ മുറിച്ചെടുക്കണത്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടറിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മൾ മുറിച്ച് വെച്ചാണ് കഷ്ണങ്ങൾ ഇതുപോലെ പതുക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത പീസുകളുടെ 2 സ്ഥലവും പതുക്കനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് 2 സൈഡും നന്നായിട്ട് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. അതിന് നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് രാവിലെ ദോശയ്ക്ക് ഇഡലിക്ക് പകരമായിട്ടൊക്കെ കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ പുതിനയില വെച്ചൊക്കെ ഉണ്ടാക്കുന്ന ചട്നിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് വളരെയധികം ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ടിഫിൻ ബോക്സിൻ്റെ അകത്തൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും, അതിൻ്റെ അകത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.